Hi all, welcome to Tutors. നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സിലെ 5th ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ ഒരു കുഞ്ഞു ഡെറിവേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ഡെറിവേഷൻ ആണ്. ഇതേപോലത്തെ മറ്റൊരു ഡെറിവേഷൻ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു? നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവിടെ ആ ഡൈപോളിന് അനുഭവപ്പെടുന്ന ടോർക്ക് നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു ഡെറിവേഷൻ ആണ് നമ്മുടെ ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മളൊരു മാഗ്നറ്റിക് ഡൈപോളിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഈ ഡൈപോളിന് അനുഭവപ്പെടുന്ന ടോർക്കാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. വളരെ ചെറിയൊരു ഡെറിവേഷൻ ആണിത് കേട്ടോ. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചുകളിലേക്കോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ബാച്ചുകളിലേക്കോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് ഡീൽ ചെയ്യുന്നത്? ടോർക്ക് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ്? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ് ചെയ്യുമ്പോൾ ആ മാഗ്നറ്റിക് ഡൈപോളിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ചെലുത്തുന്ന ടോർക്ക് എന്താണ് എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതാണ് കേട്ടോ നമ്മൾ ഈ ആരോസ് ഇട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ബ്ലൂ ആരോസ് എന്താണ്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ടു സൗത്ത്, സൗത്തിലേക്കാണ് ഡയറക്ഷൻ പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നമുക്കിവിടെ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട് വിച്ച് ഈസ് ഹാവിങ് 2 പോൾസ്. നമുക്കറിയാവുന്ന കാര്യമാണ്, സൗത്ത് പോളും ഉണ്ട് നോർത്ത് പോളും ഉണ്ട്. പിന്നെന്താണ്, ഈ ബാർ മാഗ്നറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 2L ആണ് ലെങ്ത്, അല്ലെങ്കിൽ ഡൈപോളിൻ്റെ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ലെങ്ത് എന്താ ഇവിടെ? 2L ആണ്. ഇത് നമ്മളൊരു ആംഗിൾ തീറ്റയിലാണ്, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ആംഗിൾ തീറ്റയിൽ വരുന്ന രീതിയിലാണ് ഈ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനിയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഇവിടേക്ക് എഴുതാം. നമുക്കറിയാം, ഒരു ഡൈപോൾ, ഒരു മാഗ്നറ്റിക് ഡൈപോൾ അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ അതിൻ്റെ പോളുകളിൽ എന്ത് കാണും? പോൾ സ്ട്രെങ്ത് കാണും. അതിന് നമ്മൾ സ്മോൾ QM വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ്? പോൾ സ്ട്രെങ്തിനെ. എന്താണ്? പോൾ സ്ട്രെങ്ത് ആണ്, അതായത് ഒരു പോൾ എത്രമാത്രം സ്ട്രോങ് ആണ് എന്ന് കാണിക്കുന്നതാണ് ഈ പോൾ സ്ട്രെങ്ത് എന്ന പ്രോപ്പർട്ടി വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ N എന്ന് പറയുന്ന ഇവിടെ ഒരു പോൾ സ്ട്രെങ്ത് ഉണ്ട് വിച്ച് ഈസ് ഹാവിങ് എ പോൾ സ്ട്രെങ്ത്. QM എന്ന് പറയുന്ന ഒരു പോൾ സ്ട്രെങ്ത് ആണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചാർജ് പറയത്തില്ലേ, അതേപോലെ തന്നെയാണ് നമ്മളിവിടെ മാഗ്നറ്റിസത്തിൽ നമ്മുടെ പോളിൻ്റെ പോൾ സ്ട്രെങ്ത് പറയുന്നത് വിച്ച് ഈസ് സ്മോൾ QM ആണ്. ഓക്കെ, ഇനിയും ഈ പോൾ സ്ട്രെങ്ത് QM ഉള്ള ഒരു പോള് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഇതിലേക്ക് ഒരു ഫോഴ്സിനെ എക്സേർട്ട് ചെയ്യും. എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഈ പോളിലേക്ക്, QM പോൾ സ്ട്രെങ്ത് ഉള്ള പോളിലേക്ക് ഒരു ഫോഴ്സിനെ എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പം നമ്മൾ നോർത്ത് പോളാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to QMB ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താ? നോർത്ത് ടു സൗത്ത് ആണ്, അതായത് ഇങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ ഈ ഒരു പോളിൽ ഉണ്ടാവുന്ന പോൾ സ്ട്രെങ്ത് കാരണം ഈ പോളിലുണ്ടാവുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്ക് തന്നെ? മാഗ്നറ്റിക് ഫീൽഡിന് അലോങ് ആയിട്ടാണ് ഇവിടുത്തെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ ഫോഴ്സ് എന്തായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. QMB ആയിരിക്കും അവിടുത്തെ ഫോഴ്സ്. ഇനിയും നമ്മളിവിടുത്തെ സൗത്ത് പോളിൽ എടുക്കുകയാണ്. സൗത്ത് പോളിലും എന്തായിരിക്കും? ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകും, പക്ഷേ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ടുവേർഡ്സ് ദി ഇതായിരിക്കത്തില്ല, എവേ ഫ്രം ദി മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. മറ്റേ എന്തായിരുന്നു? എലോങ് ദി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരുന്നു അവിടുത്തെ നോർത്ത് പോളിലെ ഫോഴ്സ്. പക്ഷേ ഇവിടുത്തെ ഫോഴ്സ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടേക്കാണ് ഇവിടുത്തെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫോഴ്സിനെ എങ്ങനെ എഴുതാം? F is equal to -QMB എന്ന് എഴുതാം. എങ്കിൽ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് കണ്ടാലും എന്ത് ചെയ്താൽ മതി? 2 ഫോഴ്സിനെയും കൂടെ ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് നെറ്റ് ഫോഴ്സ് കാണാം. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഈ ഫോഴ്സും കൂടെ ആഡ് ചെയ്താൽ മതി. ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. QMB പ്ലസ് -QMB എന്ന് പറഞ്ഞാൽ എന്താ? -QMB. എന്താ? QMB -QMB എന്ന് പറയുന്നത് എന്താണ്?
0 ആണ്. ഇവിടെ എന്താ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ബി എന്തായിരിക്കും എല്ലായിടത്തും സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് 0 ആണ് നമ്മുടെ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് വരുന്നത്. അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഡൈപോളിനെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ആ ഡൈപോളിനുണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. ഇത് തന്നെയല്ലേ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചത്. നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യുമ്പം ഇലക്ട്രിക് ഡൈപോളിലുള്ള നെറ്റ് ഫോഴ്സ് എന്താണ് 0 ആണ്. ആ സെയിം കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ പ്ലേസ് ചെയ്യുമ്പം അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ടോർക്ക് പക്ഷേ പ്രൊഡ്യൂസ്ഡ് ആവും. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിലെന്ത് കൊടുക്കും? ഒരു ടോർക്കിനെ എക്സേർട്ട് ചെയ്യും. എന്ത് എക്സേർട്ട് ചെയ്യും? ഒരു ടോർക്ക് എക്സേർട്ട് ചെയ്യും. ആ ടോർക്കാണ് നമുക്ക് വേണ്ടുന്നത്. ഫോഴ്സ് 0 ആണ്, പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡൈപോളിൽ എന്ത് കൊടുക്കും? ഒരു ടോർക്ക് എക്സേർട്ട് ചെയ്യും. ആ ടോർക്ക് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോർക്ക് എന്ന് പറയുന്നത് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. നോക്കിക്കേ, ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? QMB ആണ്. ഇവിടുത്തെ F is equal to QMB അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? QMB ആണ്. പക്ഷേ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. എന്തറിയത്തില്ല? നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അറിയത്തില്ല. അത് നമുക്ക് ഇവിടെ നിന്ന് ഇവാലുവേറ്റ് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ നമ്മൾ ഈ കുഞ്ഞൊരു ഈ ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണ്. ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കേട്ടോ. ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഒരു ട്രയാങ്കിളിന് നമുക്കൊരു പേര് കൊടുത്താലോ? ABC എന്നൊരു പേര് കൊടുക്കാം. ABC. ഇനിയും ഫ്രം ദ ട്രയാങ്കിൾ ABC സൈൻ തീറ്റ ഒന്ന് എടുത്തേ. ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ഫ്രം ട്രയാങ്കിൾ ABC നമ്മൾ എന്തെടുക്കുകയാണ്? സൈൻ തീറ്റ എടുക്കുകയാണ് കേട്ടോ. സൈൻ തീറ്റ ഒന്ന് എടുത്ത് നോക്കിക്കേ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ എന്താ വരുന്നത്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് വേണം വരാൻ. അപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് ഏതാ? ഇവിടെയാണ് തീറ്റ എങ്കിൽ സൈൻ തീറ്റ എടുക്കുമ്പം ഓപ്പോസിറ്റ് ഏതാ? AB. ഹൈപ്പോട്ടന്യൂസ് ഏതാ? ഇത് AC ആണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ എന്ത് വരും? AB ബൈ AC എന്ന് വരും. ഇനി നോക്കിക്കേ, ഈ AB അല്ലേ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആരാ? AB ആണ്. അപ്പോൾ ABക്ക് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? സൈൻ തീറ്റ ഈക്വൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് എഴുതാം ബൈ AC. AC എന്താ നോക്കിക്കേ? AC എന്ന് പറയുന്നത് 2L ആണ്. എന്താണ് 2L? നമ്മുടെ ഡൈപോളിൻ്റെ ലെങ്ത് അല്ലായിരുന്നു 2L ആയിട്ട് നമ്മൾ എടുത്തത്. ബാർ മാഗ്നറ്റിൻ്റെ ലെങ്ത് ആണ് എന്ത്? നമ്മൾ 2L ആയിട്ട് എടുത്തത്. അപ്പോൾ AC എന്താണ്? 2L ആണ്. അപ്പം ഡിവൈഡഡ് ബൈ 2L ACക്ക് പകരം എന്താ എഴുതാം? 2L എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻ തീറ്റ ഈക്വൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബൈ 2L. എങ്കിൽ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 2L സൈൻ തീറ്റയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2L സൈൻ തീറ്റയെ എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇതിനെ നമ്മൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ടോ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? ടോ ഈസ് ഈക്വൽ ടു QMB ഇൻറ്റു 2L സൈൻ തീറ്റ. QMB 2L സൈൻ തീറ്റയാണ് നമുക്കിവിടെ ടോർക്ക് കിട്ടുന്നത്. എഴുതിയാലോ? എന്ത് കിട്ടും? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു QMB ഇൻറ്റു 2L സൈൻ തീറ്റ. ഈ 2L സൈൻ തീറ്റ ആയിരുന്നു കേട്ടോ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. QM 2L B സൈൻ തീറ്റ എന്ന് നമുക്ക് ടോർക്കിനെ എഴുതാം. ഇനി ഒരു കാര്യം നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഈ QM 2L എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു മാഗ്നറ്റിക് ഡൈപോൾ എടുക്കുകയാണ് വിച്ച് ഈസ് ഹാവിങ് എ മാഗ്നറ്റിക് പോൾ സ്ട്രെങ്ത് QM ആണുള്ളത്. അതിൻ്റെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് 2 ആണ്. 2L ആണ്. 2L ഡിസ്റ്റൻസ് ഉള്ള QM പോൾ സ്ട്രെങ്ത് ഉള്ള
ഒരു മാഗ്നറ്റിക് ബാർ മാഗ്നറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡൈപോൾ മൊമെൻ്റ് എം എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? QM2L ആയിരിക്കും. എന്തായിരിക്കും? QM2L ആയിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്താണ് QM എന്ന് പറയുന്നത്? പോൾ സ്ട്രെങ്ത് ആണ്. 2L എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ലെങ്ത് ആണ് 2L എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ് QM2L. എങ്കിൽ ഈ QM2Lന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ടോ ഈസ് ഈക്വൽ ടു QM2Lന് പകരം എന്തെഴുതാം? MB സൈൻ തീറ്റ. എം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. MB സൈൻ തീറ്റ. ഇതാണ് നമ്മുടെ ടോ എന്ന് പറയുന്ന നമ്മുടെ ടോർക്ക്. അതായത് ഒരു മാഗ്നറ്റിക് ഡൈപോള് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവിടെ ഈ ഡൈപോളിൻ്റെ മുകളിൽ ഫീൽഡ് കൊടുക്കുന്ന ടോർക്കാണ് എന്ത്? ഈ MB സൈൻ തീറ്റ. അപ്പോൾ ഈ ടോർക്ക് ഉണ്ടാകുന്ന കാരണം എന്ത് ചെയ്യും? ഈ ഡൈപോൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ടോർക്ക് ഉണ്ടാകുന്നത് മൂലം ഡൈപോളിനൊരു റൊട്ടേഷൻ അവിടെ വരും. ടോ ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ. എങ്കിൽ നമുക്കിതിനെ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ വെക്റ്റർ ടോ ഈസ് ഈക്വൽ ടു വെക്റ്റർ M ക്രോസ് വെക്റ്റർ B എന്ന് എഴുതാം. വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? വെക്റ്റർ ടോ ഈസ് ഈക്വൽ ടു വെക്റ്റർ M ക്രോസ് വെക്റ്റർ B. അപ്പോൾ എന്താ നമ്മളിവിടെ പഠിച്ചത്? നമ്മളൊരു മാഗ്നറ്റിക് ഡൈപോളിനെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് കേട്ടോ വെക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും? ഈ ഡൈപോളിന് മുകളിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് 0 എന്ന് കിട്ടും. അതായത് നെറ്റ് ഫോഴ്സ് ഇവിടെ എന്താണ്? 0 ആണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡൈപോളിൽ ഒരു ടോർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ടോർക്ക് കാരണം മാഗ്നറ്റ് എന്ത് ചെയ്യും? ഈ ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോളിന് റൊട്ടേഷൻ സംഭവിക്കും. എന്ത് ചെയ്യും? ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ടോർക്കിൻ്റെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ ടോർക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? MB സൈൻ തീറ്റ എന്ന് കിട്ടി. എം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ് വിച്ച് ഈസ് QM2L. അതാണ് നമ്മുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ്. B എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡ് ആണ് കേട്ടോ. ഇനി എന്താ? ഇതിനെ ഇനി വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? വെക്റ്റർ ടോ ഈസ് ഈക്വൽ ടു വെക്റ്റർ M ക്രോസ് വെക്റ്റർ B എന്ന് നമുക്ക് ഇതിനെ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഒരു മാഗ്നറ്റിക് ഡൈപോൾ മാഗ്നറ്റിക് ഫീൽഡിൽ എക്സ്റ്റേണൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നു. അത് കാരണം ഉണ്ടാവുന്ന ടോർക്ക്, അതാണ് നമ്മളിപ്പോൾ ഡെറൈവ് ചെയ്തെടുത്തത്. വളരെ കുഞ്ഞൊരു ഡെറിവേഷനാണ്. സിമ്പിളായിട്ടുള്ള, നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചതുപോലെ തന്നെ സിമിലറായിട്ട് നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെറിവേഷനാണ് ഈ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്നും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ സെഷനുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഓൾ.